അത് സുഗമോദേവിയിലെ പ്രൊമോയിലെ ഭാർഗവി വന്ന് മുരളിയോടും ഗൗരിയോടും ചന്ദ്രത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. എന്തായാലും നന്ദനയും ദേവികയും ഒരുമിച്ച് താമസിപ്പിക്കാൻ പ്രഭാവതി കുഞ്ഞ് തയ്യാറാവുകയില്ല. ജാനകിയും പ്രഭാവതിയും കൂടെ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭാർഗവി അങ്ങ് പോവുകയാണ്. ഈ സമയം ഗൗരി പറയുന്നുണ്ട്, ബലരാമൻ അങ്കിൾ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ദേവികയെ ഇല്ലാതാക്കിയിട്ട് വിവാഹം നടത്താനേ അയാൾ തീരുമാനിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് മുരളി ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ സിദ്ധാർത്ഥനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നന്ദനും ദേവികയും രചനയും കൂടിയെ. ഈ കല്യാണം നടന്ന കാര്യങ്ങളൊക്കെ മീര അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മീര തൻ്റെ കാമുകനായ പ്രകാശിനെ വിളിക്കുക കേട്ടോ. പ്രകാശിനെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രകാശ് പറയും, ഞാൻ ഇപ്പം തിരക്കിലാണ്, പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് വെക്കുകയാണ്. പക്ഷേ മീരയ്ക്ക് എന്ത് സംശയം തന്നെ മീര പ്രകാശ് താമസിക്കുന്ന ഫ്ലാറ്റിലെത്തിയ കേട്ടോ. ആ സമയം പ്രകാശും കാമുകയും കൂടെ ഫ്ലാറ്റിൻ്റെ വാതിൽ വന്ന് നിൽക്കുമ്പോൾ തുറക്കുന്നത് മീരയാണ്. മീരയെ കണ്ട് പ്രകാശിനെയും പെൺകുട്ടിയെയും കണ്ട് മീരയും ഞെട്ടി നിൽക്കുകയാണ്.